ഹലോ, ഇന്നൊരു പ്രത്യേക ഐറ്റമാണ്. അപ്പോൾ അതെന്താണെന്നല്ലേ നമുക്ക് നോക്കാം. ഇന്ന് എനിക്കിവിടെ പച്ച അയല കിട്ടി, നല്ല ഒന്നാന്തരം പച്ച അയലയെ. അപ്പോൾ അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് എന്താണ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കിയപ്പോഴാണ്. അപ്പോൾ കരുതി ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇവനെ ഒന്ന് പൊള്ളിച്ചെടുക്കാമെന്ന്. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി വേണം, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേന് ഞാൻ 1 സ്പൂൺ അല്ലെ 2 സ്പൂണ് കേട് എടുത്തിട്ടുണ്ട്, അതായത് തൈര്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തോണം. ഒത്തിരി ലൂസായി പോകാതെ ഒരു കുഴമ്പ് രൂപത്തിൽ ഇതുപോലെ വേണേ. ഇനി നമുക്കത് മീനെടുത്തിട്ട് അതിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മീൻ വെട്ടി നന്നായി ക്ലീൻ ചെയ്തെടുത്താണ്. എല്ലാ മീനിലും ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി മൂത്ത് പോകാതെ ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഞാനൊരു പാനെടുത്ത് എണ്ണ ഒഴിച്ച് വിടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനും പുരട്ടി വെച്ച് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നമുക്കിനി 2 ടൊമാറ്റോ, ഒരു 3-4 പച്ചമുളക് അതും ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ വിറകടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വാഴയിലയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അടുക്കി വെക്കട്ടെ. വാഴയിലയിൽ മീൻ വെച്ച്, പിന്നെ ടൊമാറ്റോ, 2-3 പച്ചമുളക് എല്ലാം കൂടി സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ മീൻ പൊള്ളിച്ചതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് നോക്കാം നമുക്ക്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് അയല പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.